الآخرين اللهم صل على النبي سيدنا محمد إمام المتقين ورسول رب العالمين صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد പരിശുദ്ധമായ ഖുർആനിൽ കച്ചവടത്തെക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പ്രേരിപ്പിക്കുന്നത് കൃഷിയാണ്. കച്ചവടം ഹലാലാണ്, കച്ചവടം ചെയ്യാം, എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് കൃഷിയാണ് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. കാരണം പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ, വിശുദ്ധമായ ഖുർആനിലെ കലിമത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്. കലിമത്തുൻ ത്വയ്യിബ, കലിമത്തുൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്നത് കശജറത്തിൻ ത്വയ്യിബ, ശജറത്ത് ഒരു മരത്തോടാണ്. അതേപോലെ തന്നെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും പരിചയപ്പെടുത്തുന്ന വേറൊരു ആയത്ത്, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമയായി കൊണ്ടുവരുന്നത് കസറഇൻ അഖ്റജ ശത്അഹു ഫആസറഹു എന്നാണ്. കസറഇൻ കൃഷിയെ പോലെ. സ്വർഗ്ഗത്തെ കുറിച്ച് പറയുമ്പോഴും അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് സസ്യങ്ങളെയും ചെടികളെയുമാണ്. അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ സൂറത്തുൽ വാഖിയയിലെ ആയത്തുകളാണ്. വലതുപക്ഷക്കാർ ഫീ സിദ്രിൻ മഖ്ദൂദിൻ വതുൽഹിൻ മൻദൂദ്, മുള്ളില്ലാത്ത ഇലന്തമരം, അതിനാണ് അവർ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. വതുൽഹിൻ മൻദൂദ്, പഴങ്ങൾ അടുക്കി വെക്കപ്പെട്ട വാഴകളിൽ. അതുപോലെ തന്നെ വതുല്ലിൻ മൻദൂദ്, നീണ്ട വിസ്തൃതമായ തണലുകളിൽ. വമാഇൻ മസ്കൂബ്, പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ജലങ്ങളിൽ. ഇതിലൊക്കെ അവർ സുഖങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. ഈ ഉപമിക്കുന്നത് മുഴുവൻ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മാത്രമല്ല വേൾഡ് എൻവയോൺമെന്റ്, ലോക പരിസ്ഥിതി ദിനത്തിൽ പൊതുവെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എല്ലാ ഉസ്താദ്മാരും പറയുന്ന ഒരു സുപ്രധാന ഹദീസ് ഉണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇൻ ഖാമത്തിസ് സാഅ വഫീ യദി അഹദികും ഫസീല, ഖിയാമത്ത് നാൾ അടുത്തു, തൊട്ടടുത്താണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ നീ കണ്ടു കഴിഞ്ഞാൽ, ഫൈൻ ഇസ്തതാഅ അല്ലാ തഖൂമ ഹത്താ യഗ്രിസ്ഹ ഫൽയഗ്രിസ്ഹ, നിന്റെ കയ്യിൽ കുഴിച്ചിടാൻ പറ്റിയ ഒരു ചെടി ഉണ്ടെങ്കിൽ, അത് കുഴിച്ചിടാൻ നിനക്ക് സമയമുണ്ടെങ്കിൽ ഫൽയഗ്രിസ്ഹ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, ആ ചെടി നീ കുഴിച്ചിടണം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാതൊരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പോലും പരിസ്ഥിതി എത്രമാത്രം പ്രാധാന്യത്തോടെ കണ്ട മതം ലോകത്ത് ഇസ്ലാം അല്ലാതെ വേറൊരു മതമില്ല. അതുകൊണ്ട് കൃഷി ചെയ്യുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, നീ ഒരു ചെടി നട്ടു, ആ ചെടി വലുതായി, അതിന് ഫലങ്ങളുണ്ടായി, ആ ഫലങ്ങൾ പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയാൽ അത് നിനക്കൊരു സ്വതക്കയായിട്ട് എഴുതുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, കഴിയുന്നവർ വീട്ടിൽ ഏറ്റവും ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഫലങ്ങൾ കായ്ക്കുന്ന ചെടികൾ കുഴിച്ചിടുകയും ചെറിയൊരു കൃഷി നടത്തുകയും ചെയ്യുക. അത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ അവന്റെ തൗഹീദ് കലിമത്തുൻ ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപമിച്ചത് ഹബീബായ തങ്ങളെയും സ്വഹാബത്തിനെയും ഉപമിച്ചത് സ്വർഗ്ഗത്തിലെ വർണ്ണനകൾ അല്ലാഹു നടത്തിയത് അധികവും ഫലങ്ങളും സസ്യങ്ങളും വൃക്ഷങ്ങളും ഇവകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കൃഷി വളരെ പ്രാധാന്യത്തോടു കൂടെ കാണണം. സത്യവിശ്വാസിക്ക് വളരെ അനിവാര്യമായതും വളരെ ഇബാദത്താക്കി മാറ്റാൻ കഴിയുന്ന പുണ്യമുള്ള ഒരു അമല് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നാം ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇതിന്റെ സവാബുകൾ നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, നമ്മുടെ മഹല്ലിൽ അന്തിമശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഹദ്റാത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. അവരുടെ ഖബർ ജീവിതം പരിപൂർണമായ റാഹത്തിലും സന്തോഷത്തിലും സുഖത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ജീവിതം പരിപൂർണമായ റാഹത്തോടെ സലാമത്തോടെ സന്തോഷത്തോടെയുള്ള ജീവിതമാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.